രാത്രി മുഴുവൻ ഞാൻ കരഞ്ഞ് ബഹളം വെച്ചതുകൊണ്ട് രാവിലെ ഞാൻ സോഫയിൽ കിടക്കുന്ന അച്ഛൻ്റെ നെഞ്ചത്താണ് ഉണ്ടായത്. അമ്മ എന്നെ എടുത്തുകൊണ്ട് പോയി ബെഡിൽ കിടത്തിയത് എനിക്ക് അത്രക്ക് അങ്ങോട്ട് പിടിച്ചില്ല. അപ്പം തന്നെ ഞാൻ ഉറക്കമുണർന്നു. ആഹാ, എന്നോടാ കളി. ഇനി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് നയോമി, അമ്മയുടെ യാമിക്കുട്ടി, അച്ഛൻ്റെ കുഞ്ഞുണ്ടാ. ഇന്ന് എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് എനിക്ക് 1.5 മാസം തികഞ്ഞു. എനിക്ക് ആദ്യത്തെ വാക്സിൻ എടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്. കുളിക്കാൻ എണ്ണ തേക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. അത് എത്ര പറഞ്ഞിട്ടും ഈ അമ്മയ്ക്ക് മനസ്സിലാവുന്നുമില്ല. പക്ഷെ അമ്മമ്മയുടെ മടിയിൽ കിടന്നുള്ള ഈ കുളി, അത് ഞാനിപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. സാധാരണ കുളിപ്പിച്ച് നന്നായി ഒരുക്കി കണ്ണെഴുതി പൊട്ടും തൊട്ട് കിടത്തി ഉറക്കാറാണ് പതിവ്. പക്ഷെ ഇന്നമ്മ പതിവിൽ വിപരീതമായി പാർട്ടി വെയറൊക്കെ ഇട്ട് തന്നുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഹാപ്പിയായി. എല്ലാവരും ഇന്നെന്നെ സഹതാപത്തോടെയാണ് നോക്കുന്നത്. എന്താ കാര്യമെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും അങ്ങ് മനസ്സിലായില്ല. അച്ഛൻ്റെ കയ്യിൽ കിട്ടിയാൽ പിന്നെ എന്നെ ഉമ്മ വെച്ച് കൊല്ലും. ആ താടി മുഴുവൻ മുഖത്ത് കുത്തി കയറി. സഹി കേട്ട് ഞാൻ കരഞ്ഞു. അമ്മയും അത്ര മോശക്കാരിയല്ല. അച്ഛനില്ലാത്ത സമയത്ത് സ്നേഹം കൂടിക്കൂടി എന്നെ തിന്നാൻ വരെ പോയിട്ടുണ്ട്. നിങ്ങൾ തന്നെ പറ, ഇതൊക്കെ ഞാൻ ആരോട് പോയി പരാതി പറയും? അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. അമ്മമ്മയാണ് എന്നെ എടുത്തത്. അവിടുന്ന് ഒരു ആൻറ്റി എൻ്റെ വായിൽ എന്തോ ഉറ്റിച്ചു. കയ്യിലും കാലിലും അറഞ്ചം കുത്തി. അമ്മയും അതിന് കൂട്ടുനിന്നു എന്നതിലാണ് എനിക്ക് ഏറ്റവും സങ്കടം. ഞാൻ കരഞ്ഞ് ബഹളം വെച്ചു. ഞാനിവിടെ പ്രാണവേദന എടുത്ത് കിടക്കുമ്പോൾ ചായയും പരിപ്പോടെയും കുത്തിക്കയറ്റുന്ന ഈ സ്ത്രീയാണ് എൻ്റെ അമ്മ. എനിക്ക് നല്ല ദേഷ്യം വന്നു. അമ്മയാണത്രേ അമ്മ. ഇങ്ങനെയുണ്ടോ അമ്മമാര്? പിന്നെ ഞാൻ ആകെ ക്ഷീണിച്ചു. എനിക്ക് കാലനക്കാൻ പറ്റാതായി. നല്ല പനിയും വന്നു. അമ്മ എനിക്ക് ഇടക്കിടക്ക് മരുന്ന് തരുന്നുണ്ട്. ഇനി 1 മാസം കഴിഞ്ഞ് അടുത്ത വാക്സിൻ എടുക്കാനുണ്ടെന്ന് അമ്മ അച്ഛനോട് പറയുന്നത് കേട്ടു. വീട് വിട്ടിറങ്ങി എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് വരെ തോന്നിപ്പോയി. ഈശ്വര, മടുത്തു ഈ ജീവിതം. ഇന്ന് ഫുള്ള് ഞാൻ കരഞ്ഞു. അതുകൊണ്ട് അമ്മ എന്നെ താഴെ വെച്ചില്ല. രാവിലെ എല്ലാവരും സഹതാപം കാണിച്ചത് എന്തിനാണെന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ജീവിതം എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് വേദന കടിച്ചമർത്തി അവസാനം ഞാൻ എങ്ങനെയോ ഉറങ്ങിപ്പോയി.